ബോർഡിൽ അത് പാരലായിട്ട് കണക്ട് ചെയ്തില്ല, ഓരോ ഭാഗത്തും കണക്റ്റഡ് ആണ്. അപ്പം അതുകൊണ്ട് അതിൻ്റെ വാല്യൂ നമുക്ക് മാറിക്കാണിക്കും. റെസിസ്റ്റർ പുറത്തെടുത്തിട്ട് ചെക്ക് ചെയ്യണം, ബോർഡിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് ചെക്ക് ചെയ്യണം. എല്ലാ റെസിസ്റ്റർ വെറുതെ പോയിട്ട് റിമൂവ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് റോങ് ആയിട്ട് തോന്നി പുറത്ത് വെക്കാം. ഇപ്പം 100 ഓംസിൻ്റെ റെസിസ്റ്റർ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് അടുത്ത 509 കാണിച്ച് പുറത്ത് വെക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായില്ലേ? ഏതൊരു റെസിസ്റ്റർ എടുത്തു കഴിഞ്ഞാലും റെസിസ്റ്ററിൻ്റെ മേലെ അതിൻ്റെ വാല്യൂ എഴുതിയിട്ടുണ്ടാവും, അതിൻ്റെ ടോളറൻസ് എഴുതിയിട്ടുണ്ടാവും. ടോളറൻസ് എന്ന് പറഞ്ഞാൽ അറിയോ? ടോളറൻസ് റെസിസ്റ്ററിനകത്ത് ടോളറൻസ് എഴുതിയിട്ടുണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും, 5% എഴുതിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ 10% എഴുതിയിട്ടുണ്ടാവും. ഇതിൻ്റെ റീസൺ വെച്ച് കഴിഞ്ഞാൽ 5% കൂടാനും 5% കുറയാനും സാധ്യത. ഇപ്പം നമ്മൾ 100 5% ആകുമ്പോൾ 95 വരാം, കൂടിയാൽ 105 പോവാം. മനസ്സിലായി? അപ്പം ടോളറൻസ് എന്ന് പറയുന്നത് കറക്റ്റ് വാല്യൂ കാണിക്കത്തില്ല, വാല്യൂ ചിലപ്പോൾ കുറഞ്ഞിട്ടോ ചിലപ്പോൾ കൂടിയിട്ടോ കാണിക്കും. അതാണ് ടോളറൻസ് എന്ന് പറയുന്നത്. ഏതൊരു റെസിസ്റ്റർ എടുത്തു കഴിഞ്ഞാലും അതുപോലെ നമുക്ക് അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും. ഒന്നല്ലെങ്കിൽ 1% ആയിരിക്കും, ചിലപ്പോൾ 2% ആയിരിക്കും.